ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയും ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഒന്നാം പ്രതി കെ.ഡി. പ്രതാപന്റെ ഭാര്യ ശ്രീനയാണ് ഹാജരായത്. ഒളിവിലായിരുന്ന പ്രതാപൻ രാവിലെ ഹാജരായിരുന്നു. വിവരങ്ങളുമായി എസ് ശരൺ ചേരുന്നുണ്ട്. ശരൺ, ഇപ്പോൾ ഒന്നാം പ്രതി ഹാജരായിരിക്കുകയാണ്. രണ്ടാം പ്രതിയായ ഇയാളുടെ ഭാര്യ ഒളിവിലാണ്. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? രണ്ടാം പ്രതിയായ ഈ കെ.ഡി. പ്രതാപന്റെ ഭാര്യ ശ്രീനയും ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ശ്രീന കൊച്ചി ഓഫീസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. രാവിലെ 11:30 കൂടി കെ.ഡി. പ്രതാപനും ഇഡിക്ക് മുന്നിൽ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നതാണ്. എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയെ സമീപിച്ചിരുന്നതാണ്. പക്ഷേ കോടതി സ്വീകരിച്ച നിലപാട് പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കണമെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹാജരാകാമെന്ന് കോടതി അഭിഭാഷകൻ മുഖേന കോടതിയെ അറിയിക്കുകയും തുടർന്ന് ഇന്ന് രാവിലെ കെ.ഡി. പ്രതാപനും ഉച്ചയ്ക്ക് ശേഷം ഭാര്യ ശ്രീനയും ഹാജരായിരിക്കുന്നത്. എന്തായാലും ഇഡി വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഇരുവരെയും ചോദ്യം ചെയ്യാൻ കഴിയാത്തത് അന്വേഷണത്തിൽ തടസ്സം നേരിടുന്നതിന് കാരണമായി മാറിയിരുന്നതാണ്. ഏകദേശം 3140 കോടിയാണ് ഈ പ്രതികൾ നിക്ഷേപമായി സ്വീകരിച്ചിരുന്നത്. അതിൽ തന്നെ 1180 കോടി ഈ MLM സ്കീമിലേക്കുള്ള മെമ്പർഷിപ്പ് ഇനത്തിൽ തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. 850 കോടിയാണ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് വഴി സമാഹരിക്കുകയും ചെയ്തിരുന്നത്. ഇതിലെല്ലാം തന്നെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് ഈ വിദേശത്തേക്ക്, അതായത് ഈ തട്ടിയെടുത്ത പണം വിദേശത്തേക്ക് ഹവാല ഇടപാട് വഴി കടത്തിയെന്നുള്ള വിവരവും ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും കെ.ഡി. പ്രതാപന്റെ ചോദ്യം ചെയ്യൽ അത് രാവിലെ മുതൽ തന്നെ തുടങ്ങിയിരുന്നതാണ്. ഇപ്പോൾ ഭാര്യ ശ്രീനയും കൂടി ഇഡിക്ക് മുന്നിൽ ഹാജരായ സാഹചര്യത്തിൽ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കായിരിക്കും ഇഡി കടക്കുക. ശരി, ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയും ഇപ്പോൾ ഹാജരായിരിക്കുകയാണ്. വിവരങ്ങൾ ആണ് എസ് ശരൺ പങ്കുവച്ചത്.